നബിയെ പറയണം, ഇൻകാനാബാഉകും, നിങ്ങളുടെ മാതാപിതാക്കൾ, വഅബ്നാഉകും, നിങ്ങളുടെ സന്താനങ്ങൾ, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകൾ, വഅശീറത്തുകും, നിങ്ങളുടെ കുടുംബങ്ങൾ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വന്നു പോകുമോ, ലാഭം കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വമസാകിന തർലൗനഹാ, വലിയ തൃപ്തികരമായി നമ്മൾ പാർക്കുന്ന താമസിക്കുന്ന നിങ്ങളുടെ ഭവനം, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെക്കാളും ഈ പറയപ്പെട്ടവരോട് പറയപ്പെട്ടതിനോട് ഇഷ്ടം കൂടിപ്പോയാൽ അല്ലാഹു ആയത്തിന്റെ അവസാനം പറയുന്നു, ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. മാത്രമല്ല വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഹബീബിനെക്കാളും മഹബ്ബത്ത് ഉമ്മയോടായാൽ, വാപ്പയോടായാൽ, സഹോദരങ്ങളോടായാൽ, സഹോദരിമാരോടായാൽ, ഭാര്യയോടായാൽ, മക്കളോടായാൽ, മഹബ്ബത്തിന്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഒന്നാമത്തെ സ്റ്റേജ് ഹബീബിന് കൊടുക്കാത്തവരായാൽ അല്ലാഹു പറയുന്നു, ഉടമസ്ഥൻ പറയുന്നു, ഖുർആനാണ്, തൗബാ സൂറത്താണ്, 24-ാമത്തെ സൂക്തമാണ്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ആ തെമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് പോലും കൊടുക്കൂല. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.